നമസ്കാരം. പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ കരസേനാ മേധാവി അസിം മുനീർ ഇനി മുതൽ കേവലം ജനറൽ അസിം മുനീർ അല്ല, ഫീൽഡ് മാർഷൽ അസിം മുനീർ. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനക്കയറ്റം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ 2 പ്രാവശ്യം മാത്രമേ ഫീൽഡ് മാർഷൽ എന്ന ഒരു പദവി സൈനിക മേധാവിക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളൂ. ആദ്യ പ്രാവശ്യം അത് അയൂബ് ഖാനാണ്. പാകിസ്ഥാന്റെ 2ാമത്തെ പ്രസിഡന്റായ അയൂബ് ഖാൻ, അദ്ദേഹം സൈനിക മേധാവിയാണ്, ഫീൽഡ് മാർഷലായിരുന്നു. അദ്ദേഹം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം ഏറ്റെടുത്ത ആളാണ്. അതുപോലെ 2ാമത് ഇപ്പോൾ കടന്നുവരുന്ന അസിം മുനീർ ജനാധിപത്യ ഗവൺമെന്റിനെ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കുക്ഡ് അപ്പ് ഡെമോക്രസി എന്നേ പറയാനാവൂ, അങ്ങനെയുള്ള ഗവൺമെന്റിനെ, ഷഹബാസ് ഷെറീഫ് ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് സൈന്യം അധികാരം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സ്വയം പ്രസിഡന്റായി അവരോധിതനാകുമോ എന്നതാണ് കാതലായ നിർണായകമായ ചോദ്യം. ഇവിടെ നോക്കൂ, പാകിസ്ഥാൻ എക്കാലത്തും സൈന്യത്തിന്റെ ഒരു വലിയ കൈകടത്തൽ ഭരണ സംവിധാനത്തിൽ ചെലുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. നാനാ മേഖലയിലും, ബിസിനസിന്റെ കാര്യത്തിലാകട്ടെ, നയതന്ത്രത്തിന്റെ കാര്യത്തിലാകട്ടെ, തീവ്രവാദികളുമായി ബന്ധത്തിന്റെ കാര്യത്തിലാകട്ടെ, ഇതെല്ലാം തന്നെ പാകിസ്ഥാന്റെ സൈന്യം നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്നു. അതിപ്പോഴും തുടരുന്നു. പക്ഷെ മുൻ സൈനിക മേധാവിമാരിൽ നിന്നും തികച്ചും വിഭിന്നനാണ് ജനറൽ അസിം മുനീർ. അദ്ദേഹം താരതമ്യേന, അദ്ദേഹത്തിന്റെ രീതികൾ നിഗൂഢമാണ്, അജ്ഞാതമാണ്. അദ്ദേഹം ഒരു വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ഒരാളല്ല. മുൻകാലങ്ങളിൽ പലപ്പോഴും സൈന്യത്തിന് തലപ്പത്ത് വരുന്നത് പഞ്ചാബിലെ വളരെ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ. അവർ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, നല്ല ഡിപ്ലോമാറ്റിക് സ്കിൽസ് ഉള്ള ആളുകളാണ്. അവരുടെ മോഹങ്ങളെല്ലാം ഏകാധിപത്യ താല്പര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കൊരു പോളിഷ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ അസിം മുനീർ പക്ക ഒരു ട്രഡീഷണൽ മൈൻഡഡ് ഒരാളാണ്, ഡീപ്ലി റിലിജിയസ് ആണ്. പാകിസ്ഥാനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ദൌത്യം തന്നിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന് അസിം മുനീർ സ്വയം വിശ്വസിക്കുന്നുണ്ടാവണം. ഖുർആനൊക്കെ മനഃപാഠമായി അദ്ദേഹത്തിന് മുഴുവൻ കമ്പോട് കൊമ്പ് ചൊല്ലാൻ സാധിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. ഒരു വിശ്വാസിയായിരിക്കുന്നത് നല്ലതാണ്, തീർച്ചയായും ജീവിതത്തിൽ ആ ഒരു നൈർമല്യം പാലിക്കുമെങ്കിൽ നല്ലത്. പക്ഷെ അദ്ദേഹം ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 2018 സമയത്ത് അദ്ദേഹം ISI ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ ചീഫായിരുന്നു. പക്ഷേ ഇമ്രാൻഖാൻ തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നതെങ്കിലും കേവലം 9 മാസത്തിനുള്ളിൽ ഇമ്രാൻഖാനുമായി തെറ്റി അദ്ദേഹത്തിന് സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു. അല്ലെങ്കിൽ ഇമ്രാൻഖാൻ അദ്ദേഹത്തെ മാറ്റി എന്ന് പറയുന്നതാവും ശരി. അതിന് അദ്ദേഹം കൃത്യമായ കണക്ക് തീർത്തു. മിസ്റ്റർ അസിം മുനീർ പിന്നീട് മിലിറ്ററി ജനറലായി വരികയും പാകിസ്ഥാന്റെ സൈന്യം ഇടപെട്ടുകൊണ്ട് ഇമ്രാൻഖാന്റെ, അദ്ദേഹം വളരെ ജനകീയനായിരുന്നു ഇമ്രാൻഖാന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടത്തി. ഒരു ഇമ്രാൻഖാന്റെ പാർട്ടി, പാക് തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയെ നിരോധിച്ച് അവരെല്ലാം പിന്നെ സ്വതന്ത്രരായിട്ട് മത്സരിച്ചു. അവർക്ക് മേൽക്കൈ നേടിയെങ്കിൽ പോലും പാകിസ്ഥാൻ മുസ്ലിം ലീഗും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും മറ്റെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ ആ ഒരു സംവിധാനം, അതാണ് ഇപ്പോൾ ഷഹബാസ് ഷെറീഫ് നയിക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനം അതീവ ദുർബലമാണ്. ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. അപ്പൊ ഏത് നിമിഷവും ഇന്ത്യയുമായുള്ള ഒരു ഈ പോരാട്ടത്തിൽ, കാരണം ഈ പഹൽഗാമിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, അതിലേക്ക് എത്തി നിന്നത് അസിം മുനീറിന്റെ വ്യക്തിപരമായ ചില സ്വാർത്ഥ താല്പര്യങ്ങളും കൂടിയാണ്. നോക്കൂ, 2019 പുൽവാമ ആക്രമണത്തിന് സമയത്തും അസിം മുനീറാണ് അതിന് പിന്നിൽ ചരട് വലിച്ചത് എന്നതാണ് നിഗമനം. അപ്പൊ തീവ്രവാദി ക്യാമ്പുകൾ സന്ദർശിക്കുകയും അവരുമായി നേരിട്ട് ബന്ധപ്പെടുകയും ലഷ്കർ ഇ തൊയ്ബയുമായും ഹിസ്ബുൾ മുജാഹിദീനുമായും അതുപോലെ ജയ്ഷെ മുഹമ്മദുമായും എല്ലാമുള്ള അതിഗാഠമായ ബന്ധം അദ്ദേഹത്തെ, മറ്റേ ഒരു ഒളിവും മറയും ഒക്കെ ഉണ്ടായിരുന്നു മുൻകാല സൈനിക മേധാവിമാർക്ക്. ഇദ്ദേഹത്തിന് അതൊന്നും തന്നെ ഇല്ല എന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു പട്ടാള മേധാവി, അദ്ദേഹത്തിന് വ്യവസായ താല്പര്യങ്ങളുണ്ട്, വാണിജ്യ താല്പര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇപ്പോൾ ഫൗജി ഫൗണ്ടേഷൻ മുതലായ കാര്യങ്ങൾ നയിക്കുന്നത് ആർമിയുടെ താല്പര്യപ്രകാരമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാന്റെ വിഭവങ്ങളുടെ നല്ലൊരു പങ്കും എത്തിച്ചേരുന്നത് ഫൗജി ഫൗണ്ടേഷനിലൂടെയും അതിന്റെ ട്രിബ്യൂട്ടറീസിലൂടെയുമാണ്. അപ്പൊ അവിടെ ആർമി ഭാഗതയെ നിർണ്ണയിക്കുന്നു. ഇക്കണോമിക് ലൈഫ്, പൊളിറ്റിക്കൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, കൾച്ചറൽ ലൈഫ്, റിലീജിയസ് ലൈഫ്, ഇതെല്ലാം തന്നെ ആർമി നേരിട്ടോ അല്ലാതെയോ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങുന്നത്. അതിന്റെ കുന്തമുനയായി നിൽക്കുന്നത് ഇപ്പോൾ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ച അസിം മുനീറിനാണ്. അതുകൊണ്ട് ഇന്ത്യയുമായി നടത്തിയ പോരാട്ടം വൻ വിജയമാണ് എന്ന ഒരു ക്ലെയിം
ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് രാഷ്ട്രീയ നേതൃത്വം, ദുർബലമായ രാഷ്ട്രീയ നേതൃത്വം അംഗീകരിച്ച് അദ്ദേഹത്തിന് അതിനുള്ള റിവാർഡ് എന്ന നിലയിൽ, പ്രതിഫലം എന്ന നിലയിൽ, അതിനൊരു എൻകറേജ്മെന്റ് എന്നുള്ള നിലയിൽ ഫീൽഡ് മാർഷൽ പദവി ചാർത്തി കൊടുത്തിരിക്കുകയാണ്. ഇനി എന്തെല്ലാം പൂരം പാകിസ്ഥാനിൽ കാണേണ്ടതുണ്ട്.